കോഴിക്കോട് ജില്ലയിൽ മഹാബലി സങ്കല്പത്തിൽ മലയ സമുദായക്കാർ കെട്ടുന്ന തെയ്യത്തിനെ പറയുന്ന പേര് ഓണപ്പൊട്ടൻ. ഓണത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധമുള്ള ക്ഷേത്രം തൃക്കാക്കര ക്ഷേത്രം. തൃക്കാക്കര ക്ഷേത്രം ഏതു ജില്ലയിൽ? എറണാകുളം. വാമനൻ മഹാബലിയെ പാതാളത്തിൽ എവിടേക്കാണ് ചവിട്ടിത്താഴ്ത്തിയത്? രസാതലം. ഐതിഹ്യമനുസരിച്ച് മഹാബലി നർമ്മദാ നദിയുടെ തീരത്ത് നടത്തിയ ദിവസങ്ങളോളം നീളുന്ന വിശ്വജിത് യാഗത്തിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു? മഹാബലിയെ ആരും തോൽപ്പിക്കാതിരിക്കാൻ. ദേവാസുര യുദ്ധത്തിൽ കൊല്ലപ്പെട്ട മഹാബലിയെ പുനർജനിപ്പിച്ചത് ആരാണ്? ശുക്രാചാര്യർ. മഹാബലിയുടെ യാഗവേദിയിൽ മുനികുമാരൻ വേഷത്തിൽ എത്തിയത് ആര്? വാമനൻ. യജ്ഞശാലയിൽ മുനികുമാരനായി എത്തിയ വാമനൻ മഹാബലിയോട് ആവശ്യപ്പെട്ടത് എന്താണ്? 3 അടി മണ്ണ്. തിരുവോണത്തോണി കാട്ടൂർ എന്ന സ്ഥലത്തുനിന്ന് ഓണസദ്യയ്ക്ക് വേണ്ട വിഭവങ്ങളുമായി എങ്ങോട്ടാണ് പോകുന്നത്? ആറന്മുള ക്ഷേത്രത്തിൽ. ഓണക്കാലത്ത് നടത്തുന്ന കായിക വിനോദമായ ഓണത്തല്ലിനെ നിയന്ത്രിക്കുന്നവരെ എന്താണ് വിളിക്കുന്നത്? ചേതന്മാർ. പണ്ട് അത്തച്ചമയ ആഘോഷങ്ങൾ നടത്തുമ്പോൾ കൊട്ടാരം നർത്തകിമാരുടെ നേതൃത്വത്തിൽ നൃത്തവും ഉണ്ടാകുമായിരുന്നു. ഈ നൃത്തത്തെ പറയുന്നത് ദാസിയാട്ടം. തുമ്പി തുള്ളുമ്പോൾ ഉറയുന്ന സ്ത്രീകൾ അടുത്തു കൂട്ടിയിട്ട പൂവാരി എറിയാറുണ്ട്. ഈ ചടങ്ങിൻ്റെ പേര് പൂപ്പടവാരൽ. തൃശ്ശൂർ ജില്ലയിലും പരിസര പ്രദേശങ്ങളിലും ഓണക്കാലത്ത് വീടുകൾ തോറും കയറിയിറങ്ങുന്ന കലാരൂപമാണ് ഇത്. കുട്ടികളും ചെറുപ്പക്കാരുമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഏതാണ് ഈ കളി? കുമ്മാട്ടിക്കളി. ഓണത്തോടനുബന്ധിച്ച് തൃശ്ശൂരിൽ നടക്കുന്ന പ്രധാന ആഘോഷം പുലിക്കളി. കൊച്ചി മഹാരാജാവ് എഴുന്നള്ളിയിരുന്ന രാജകീയമായ അത്തച്ചമയം നിർത്തലാക്കിയത് ഏതു വർഷം? 1949. മാവേലി നാടുവാണിടും കാലം മാനുഷരെല്ലാരും ഒന്നുപോലെ. ഈ കവിതയുടെ രചയിതാവ്? സഹോദരൻ അയ്യപ്പൻ. ഓണത്തിന് വാൽകഷ്ണം എന്നറിയപ്പെടുന്നത്? 16-ാം മകം. മഹാബലിയെപ്പോലെ ഒരു രാജാവ് AD 1-ാം നൂറ്റാണ്ടിൽ കേരളം ഭരിച്ചിരുന്നു. 1-ാം ചേര രാജവംശത്തിലെ രാജാവായിരുന്നു അദ്ദേഹം. പതിറ്റു 10 എന്ന പ്രാചീന തമിഴ് കൃതിയിൽ പരാമർശിക്കുന്ന ഈ രാജാവ് ആരാണ്? നെടുംചേരലാതൻ. ബലിതർപ്പണം എന്ന ഓണക്കവിത എഴുതിയത്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അവർക്കും ഓണം ഉണ്ടായിരുന്നു എന്ന കവിതയുടെ രചയിതാവ്? വയലാർ രാമവർമ്മ. ഓണമുണ്ണാൻ വന്നവർ എന്ന കവിതയുടെ രചയിതാവ്? P. ഭാസ്കരൻ. സൃഷ്ടാവായ തനിക്കു പകരം മഹാബലിയെ ആണല്ലോ കേരളീയർ ആരാധിക്കുന്നത് എന്ന രീതിയിലുള്ള പരശുരാമൻ്റെ ആത്മകഥ ബാലാമണിയമ്മ ഒരു കവിതയിലൂടെ അവതരിപ്പിക്കുന്നു. ഏതാണ് ആ കവിത? മഴുവിൻ്റെ കഥ. മഹാബലി വാണിരുന്ന നീളവേ നഗരത്തിന് ഭാരതീയ സാഹിത്യത്തിൽ കാണപ്പെടുന്ന പേര്? ശോണിതപുരം. 6-ാം ഓണം ഏതു പേരിൽ അറിയപ്പെടുന്നു? കാടിയോണം. മാവേലി നാടു വാണിടും കാലം മാനുഷരെല്ലാരും ഒന്നുപോലെ. നൂറ്റാണ്ടുകൾക്ക് മുൻപേ കേരളത്തിൽ പ്രചരിച്ചിരുന്ന ഈ വരികൾ ഏത് പാട്ടിലേതാണ്? മഹാബലി ചരിതം. ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള അസുരവിത്ത് എന്ന നോവൽ എഴുതിയത്? MT വാസുദേവൻ. ഓണത്തിന് പാട്ട് എന്ന പ്രശസ്തമായ ഓണക്കവിതകൾ എഴുതിയത്? G. കുമാരപിള്ള. മഹാബലിക്കൊരു കത്ത് എന്ന കവിത എഴുതിയത്? വയലാർ. ഓണാഘോഷത്തോടനുബന്ധിച്ച് മൂലം നാളിൽ കുട്ടനാട് നടക്കുന്ന ജലോത്സവം? ചമ്പക്കുളം വള്ളംകളി.
അവിട്ടം, ചതയം എന്നീ ദിവസങ്ങളിൽ പായിപ്പാട്ടാറ്റിൽ നടക്കുന്ന ജലോത്സവം. പായിപ്പാട്ട് വള്ളംകളി. ചിങ്ങമാസത്തിലെ ഏതു നാളിലാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത്? ഉത്രട്ടാതി. ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? ആറന്മുളയിൽ പമ്പയാറ്റിൽ. മൂലം വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? ചമ്പക്കുളം പമ്പാനദിയിൽ. ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ നടക്കുന്ന വള്ളംകളി. നീരേറ്റുപുറം വള്ളംകളി. ഓണത്തെയ്യത്തിൽ സംസാരിക്കാത്ത തെയ്യം ഏത്? ഓണപ്പൊട്ടൻ. ഭാഗവതത്തിലെ ഏത് സ്കന്ധത്തിലാണ് മഹാബലിയെ പാതാളത്തിലേക്ക് താഴ്ത്തിയ കഥ പറയുന്നത്? 8-ാമത്തെ സ്കന്ധം. ഓണത്തിന് പ്രധാനമായും ഒരുക്കുന്ന ആറന്മുള വള്ളംകളി ഏത് നദിയിലാണ് നടത്തുന്നത്? പമ്പാനദി. ഓണക്കാലത്തെ മത്സരിച്ചുള്ള ഊഞ്ഞാലാട്ടം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ആട്ടം പറക്കൽ. ഓണത്തുനാട്, ഓടനാട്, ഓണാട് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശം ഏത്? കായംകുളം. ഓണാഘോഷത്തിന് ഉപയോഗിച്ചിരുന്ന സംഗീത ഉപകരണം ഏത്? ഓണവില്ല്. ഓണത്തോടനുബന്ധിച്ച് മുതിർന്നവരും കുട്ടികളും പങ്കെടുക്കുന്ന പന്തുകളി ഏത്? തലപ്പന്തുകളി. ഒരു ചെറിയ യുദ്ധത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന പഴയകാലത്തെ പ്രധാന ഓണക്കളികളിലൊന്ന് ഏത്? ആട്ടക്കളം കുത്തൽ. കർക്കിടക മാസത്തിലെ ഏതു നാളിലാണ് പിള്ളേരോണം ആഘോഷിക്കുന്നത്? തിരുവോണം നാളിൽ. ഓണക്കാലത്ത് ജന്മിയുമായുള്ള ഉടമ്പടി പ്രകാരം പാട്ടക്കാരനായ കുടിയാൻ നൽകേണ്ടിയിരുന്ന നിർബന്ധ പിരിവായിരുന്ന സമർപ്പണം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓണക്കാഴ്ച. ഉത്രാട ദിവസം പിറ്റേ ദിവസത്തെ ഓണാഘോഷത്തിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുവാൻ മലയാളികൾ നടത്തുന്ന യാത്രയ്ക്ക് എന്താണ് പറയുന്നത്? ഉത്രാടപ്പാച്ചിൽ. ഓണക്കാലത്ത് തുമ്പച്ചെടി കൊണ്ട് മുഖം മറച്ച് കണ്ണടച്ചിരിക്കുന്ന പെൺകുട്ടിക്ക് ചുറ്റും ഒരു കൂട്ടം സ്ത്രീകൾ ചെന്ന് പാട്ടുപാടി കളിക്കുന്ന വിനോദം ഏത്? തുമ്പിതുള്ളൽ. കാഴ്ചക്കുല കൃഷി നടത്തുന്നതിൽ പ്രസിദ്ധമായ ജില്ല ഏത്? തൃശ്ശൂർ. തൃശ്ശൂർ ജില്ലയിലും പരിസരങ്ങളിലും ഓണക്കാലത്ത് വീടുകൾ തോറും കയറിയിറങ്ങുന്ന പൊയ്മുഖങ്ങൾ വെച്ചുകൊണ്ടുള്ള കലാരൂപമേത്? കുമ്മാട്ടി. നമ്മുടെ ചാനലിൽ ഓണം ക്വിസ് 4 പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി 3 വീഡിയോസിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. തുടർന്നും ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.